ആലപ്പുഴ CPM-ൽ കൊടികുത്തി വാണിരുന്ന ജി സുധാകരൻ സഖാവിനെ ഇപ്പോൾ നടക്കുന്ന പാർട്ടിയുടെ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് പോലും വിളിക്കുന്നില്ലത്രേ. സ്വന്തം വീട്ടുനടയിലുള്ള സമ്മേളനങ്ങളിലെങ്കിലും വിളിക്കാമായിരുന്നു. വെറും പാർട്ടി അംഗമായതുകൊണ്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് ജില്ലാ സെക്രട്ടറി. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യിക്കാൻ വിളിക്കാമല്ലോ, വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. വീട്ടുപടിക്കലെ ഏരിയ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ ജി സുധാകരൻ. തൊട്ട് വീടിനടുത്ത് തന്നെ പൊതുസമ്മേളനം വെച്ചു. പൊതുസമ്മേളനത്തിൽ വിളിക്കാം. പബ്ലിക്കിനോടാണ് സംസാരിക്കുന്നത്. ആ പൊതുസമ്മേളനത്തിൽ വിളിക്കേണ്ടതായിരുന്നു എന്നാണ് AK സെന്ററിൽ നിന്നുള്ള ഏറ്റവും ഉന്നതനായ നേതാവ് പറഞ്ഞത്. അത് വിളിക്കുക അതിന് ശരിയല്ല. ഇതിപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു സമ്മേളനത്തിൽ അങ്ങനെ പങ്കെടുപ്പിക്കണമെന്നുള്ള ഒരു ഇതിലേക്ക് വന്നില്ല. അതുകൊണ്ട് അത്രേ ഉള്ളൂ, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഹലോ, കല്യാണത്തിന് പോയില്ലേ? വിളിച്ചില്ല, വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. അയ്യോ, ബുദ്ധിമുട്ടെന്ന വാക്ക് ഞാൻ പറഞ്ഞതല്ല. ബുദ്ധിമുട്ടെന്നൊരു വാക്ക് അവിടെ ഒരു നേതാവ് പറഞ്ഞതാണ്. അദ്ദേഹത്തെ ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ പങ്കെടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി മാത്രമാണ്, വേറെ കാര്യമൊന്നുമില്ല. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് 2 മാസം സുഖമില്ലായിരുന്നു. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ 2 months ആദ്യമായിട്ടാണ്. പെട്ടെന്ന് അതൊക്കെ മാറി. അദ്ദേഹം ഇപ്പം സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ചാണ്, മന്ത്രിയൊക്കെ പ്രവർത്തിച്ചാണ്. അതിൽ നിന്നെല്ലാം ഒഴിവായി ഇപ്പം പാർട്ടി മെമ്പർമാർ മാത്രമാണ്. കാറ്റ് പോയ ബലൂൺ, പല്ല് പോയ സിംഹം, തൊപ്പി പോയ പോലീസുകാരൻ, ഇത് മൂന്നും ഒരുപോലെന്ന ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ആരും വില തരില്ല. എനിക്ക് വിഷമമുണ്ടാവേണ്ട കാര്യമില്ല. കാരണം 42 വർഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഏതാണ്ട് 40-45 വർഷം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരുന്ന ഇതുപോലെയുള്ള 100 സമ്മേളനങ്ങൾ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് അതുകൊണ്ട് യാതൊരു വിഷമമില്ല. സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തു നിന്നും പദവികളിൽ നിന്ന് മാറിയത് താൻ കൂടി അംഗീകരിച്ച പ്രായ നിബന്ധനകൾ കാരണമെന്നാണ് ജി സുധാകരൻ പറയുന്നത്. പക്ഷേ ഈയിടെയായി അദ്ദേഹത്തിന് മറ്റു പാർട്ടി നേതാക്കളുടെ സന്ദർശന ബാഹുല്യമാണ്. പ്രായപരിധിയേ ഇല്ലാത്ത, കിടപ്പിലാവുന്നതുവരെ ജനങ്ങളെ സേവിക്കാൻ അവസരമുള്ള പാർട്ടിയിലെ നേതാവ് ജി സുധാകരൻ സഖാവിനെ കാണാൻ വന്നു. പ്രത്യേക ദുരുദ്ദേശ്യമൊന്നുമില്ലാതെ തന്നെ. ചെല്ലട്ടെ, നിക്ക്. നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ സൗദ സന്ദർശനം, അദ്ദേഹത്തെ സുഖമില്ലാതെ അദ്ദേഹത്തെ കാണാൻ വന്നു, അത്രേ ഉള്ളൂ. അയാള് എന്റെ അസുഖമൊക്കെ കഴിഞ്ഞ് മാറി എന്നെ ഒന്ന് കാണാൻ വന്നതേ ഉള്ളൂ. അങ്ങനെ പോവുകയും ചെയ്തു. ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴയാണല്ലോ ഇപ്പൊ. അയാൾ പിന്നെ പരിചയമില്ലാതിരിക്കാൻ എന്താ കാര്യം? അങ്ങനെയാണ് പിണറായി വിജയൻ മോഡിയെ കാണാൻ പോകുന്നുണ്ടല്ലോ, കാണാൻ പാടില്ലല്ലേ? അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. ഈ പൊതുജീവിതത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തമ്മിൽ കാണുന്നത് ദുരുദ്ദേശപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുള്ളൂ. അങ്ങനെ 62 വർഷമായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് വല്ലതും പറയാൻ പറ്റുമോ? അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിയുള്ള ടോക്ക്, ക്യാഷ് ടോക്ക്. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ. സുധാകരൻ അതിർത്തിനാണോ ഇല്ലയോ എന്നുള്ളത് സുധാകരനല്ലേ പറയണ്ടത്, ഞാനല്ലല്ലോ പറയണ്ടത്. അല്ല, ഞാൻ CPM-ലേക്ക് ക്ഷണിച്ചില്ല. അയാൾ എന്നെ ഒരിക്കലും കോൺഗ്രസിലേക്ക് ക്ഷണിക്കത്തുമില്ല. അത്ര മണ്ടനൊന്നുമല്ല അയാള്. എന്റെ അളിയൻ മണ്ടനല്ല. യഥാർത്ഥത്തിൽ ഞാൻ അയാളോടാണ് ആകെ ഒരു രാഷ്ട്രീയം പറഞ്ഞത്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തെറ്റാണെന്ന് കോൺഗ്രസ് പരസ്യമായി പറയാത്ത കാലത്തോളം കോൺഗ്രസ് ഇന്ത്യയിൽ ഇനി അധികാരത്തിൽ വരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം BJP അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഏകാധിപത്യത്തെ പറ്റി പറയാൻ അവകാശമില്ല. അതൊന്നും മിണ്ടിയില്ല. ഇതാണ് ആകെ കൂടി പറഞ്ഞ ഒരു രാഷ്ട്രീയം. സന്ദർശനവും വാർത്തയും കാരണം ഒരു കാര്യം മനസ്സിലായി. ആലപ്പുഴയിലെ പാർട്ടിക്കാർ അവഗണിക്കുന്നുവെങ്കിലും ജി സുധാകരൻ ഇപ്പോഴും വാർത്താ താരം തന്നെ. അപ്പോൾ ഇതിന് ഒരു കാര്യം മനസ്സിലായല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു. മനസ്സിലായോ? അതാ രാഷ്ട്രീയം. മുമ്പ് വേറൊരാളും അതുവഴി വന്നിരുന്നു, എന്തോ പുസ്തകം വിൽക്കാൻ. അതും രാഷ്ട്രീയ സന്ദർശന വാർത്തയായതോടെ ജി സുധാകരൻ തീരുമാനിച്ചു, ഇനി ഇത്തരക്കാരെ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ഗോപാലകൃഷ്ണൻ വന്നു. വെറും കൃഷ്ണൻ അല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. പേരിലെന്തിരിക്കുന്നോടോ? വെറും ഗോപാലനല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. എന്ത് പണ്ടാരെങ്കിലും ആവട്ടോ.
1 വർഷം മുമ്പ് എന്തോ ഒരു ആവശ്യം വന്നതാണ്, ബിഫോർ 1 ഇയർ. ഈയിടെ വന്നല്ലേ പറഞ്ഞത്? ആ പത്രവാർത്ത നോക്കുക, ഈയിടെ വന്നു. അതെന്തിനാ അങ്ങനെ പറഞ്ഞു? അദ്ദേഹം ഒരു പുസ്തകം തരാമെന്നതാണ്. അതായത് അവരെന്തോ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച ആ കാലത്ത് അവിടെ രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ എല്ലാ ജില്ലകളിലെയും അവർക്കൊരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട അവർ പ്രമുഖരെന്ന് പറയുകയാണ്. ആ പ്രമുഖരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തി എനിക്ക് ആ പുസ്തകം തരാമെന്നതാണ്. ആ പുസ്തകം വായിച്ചു, ഞാൻ വായിക്കുകയും ചെയ്തു. ഞാനത് എൻ്റെ ലൈബ്രറി വെച്ചിട്ടുണ്ട്. അയാളത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇപ്പം ഇത് വന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് കയറി എടുത്ത് ചാടിയത് അവർക്ക് ഇനി ഞാൻ ഏതെങ്കിലും BJP-ക്കാരനെ എന്നെ പഠിക്കാത്ത കേട്ടു. ഞാൻ കേട്ടത്തില്ല. ഐ എം ഗോപാലകൃഷ്ണൻ. 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 ഇനി ഞാൻ ഏതെങ്കിലും BJP-ക്കാരനെ എന്നെ പഠിക്കാത്ത കേട്ടു. ഞാൻ കേട്ടത്തില്ല. യു ഗോ മാൻ. CPM-ലെ അസംതൃപ്തരെല്ലാം BJP-യിലേക്ക് ഒഴുകിയെത്തും എന്ന പ്രതീക്ഷയിലാണ് അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അതുകൊണ്ട് അതിനിടയിൽ പാർട്ടിയിൽ നിന്ന് ചോരുന്ന ചെറുമീനുകളുടെ കാര്യത്തിൽ വേവലാതിയില്ല. അങ്ങനെ സ്വാഗതം ചെയ്യുന്നതല്ല പ്രശ്നം, അടിസ്ഥാനപരമായ നിലപാടുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു അപജയത്തിൻ്റെ നാളുകളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. സ്വാഭാവികമായും ബംഗാളിൽ സംഭവിച്ചതുപോലെ, ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ആ ഒഴുക്ക് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാധാരണ അണികൾ മുഴുവൻ BJP-യെ മാത്രമാണ് അവരൊരു അവസാന തുരുത്തായിട്ട് ഇപ്പം കാണുന്നത്. വൈകാതെ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും. ഇല്ല, സത്യമാണ്. ആലപ്പുഴ പാർട്ടിക്കാർ വിളിക്കാത്തതിനാൽ സുധാകരൻ സഖാവിന് പണിയില്ല എന്നൊന്നും കരുതേണ്ട. രാമായണ വ്യാഖ്യാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. അധ്യാത്മരാമായണത്തിലെ ഉത്കൃഷ്ട സാഹിത്യാംശം അരുണ സാഹിത്യത്തിന് വഴിവിട്ടിയത് എങ്ങനെ എന്നൊരു വിഷയത്തിൽ തുഞ്ചൻ സർവകലാശാലയ്ക്ക് ഒരു ഡോക്ടറേറ്റ് തന്നെ നൽകാവുന്നതാണ് സുധാകരൻ സഖാവിന്. രാമായണം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായൊരു സാഹിത്യകൃതിയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. മലയാള ഭാഷയുടെ ഒറിജിനാലിറ്റി തമിഴിൽ നിന്നും മലയാളത്തെ അടർത്തിയെടുത്ത് സംസ്കൃത ജടിലമായ മലയാള ഭാഷയിലെ പദങ്ങളൊക്കെ മാറ്റി ആവശ്യമുള്ള പദങ്ങൾ നിലനിർത്തി പച്ച മലയാളം, ഉത്തമ മലയാളത്തെ, സംസ്കൃത പദങ്ങളൊക്കെ ഇടയ്ക്കുണ്ട്. ആകെ ഗ്രന്ഥമാണത്. പല്ലും കടിച്ചലറിക്കൊണ്ടു ബാലിയും നില്ലെന്നണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ ദുഷ്ടനാം ബാലി സുഗ്രീവനെയും തഥാ. ആ ഗ്രന്ഥം സാഹിത്യം, സംഗീതം, ഭാഷ, ഇതിൻ്റെ എല്ലാം ഒരു സമ്മേളനമാണ് ആ പുസ്തകം. ആ പുസ്തകം വായിച്ചുകൊണ്ടാണ് ഞാൻ കുട്ടിക്കാലം പോലെ വായിക്കുന്നത്. മുഷ്ടു ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽകൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ട് മുൾച്ചിറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിർക്കയും പാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചെടുക്കയും. എൻ്റെ അച്ഛൻ വായിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ മറ്റു വീടുകളിൽ പോയി വായിക്കാൻ പൈസ ഒന്നും വാങ്ങൂല. ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടെന്താ, അതുകൊണ്ട് ഞാൻ രാമക്ഷേത്രങ്ങളിലൊന്നും പോയി തൊഴാനും മുഴിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പം ഒന്നാമത് അറിവുള്ളവരില്ല. ഞാൻ ശബരിമല ദേവസ്വം മന്ത്രിയല്ലായിരുന്നു, ശബരിമല പോകണ്ടേ? ആർക്കെങ്കിലും വല്ല തക്കം ഉണ്ടായിട്ടുണ്ടോ? ഗുരുവായൂരിൻ്റെ മന്ത്രിയല്ലായിരുന്നോ ഞാൻ? അവിടെ പോയി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ താണു വീണ് വണങ്ങിയില്ലല്ലോ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ. കാരണം ഞാനങ്ങനെ ചെയ്താൽ ഞാനൊരു കള്ളനാണ്. ഇന്നലെ വരെ ഞാൻ ചെയ്യാത്തത് മന്ത്രിയായതുകൊണ്ട് കള്ളത്തരം കാണിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനപൂർവ്വം ഇങ്ങനെ അവിടെ വന്നു. ഞാൻ ശബരിമല അങ്ങനെ തന്നെ വന്നു. ഞാൻ വേറെ ദേവസ്വം മന്ത്രിമാർ ഇങ്ങനെ തൊഴുന്ന കണ്ടിട്ടില്ല, അതുവരെ അവർ തൊഴുതിട്ടില്ലല്ലോ. അതൊക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് നിൽക്കാം, അന്തസ്സായി നിൽക്കാം, ആരും നമ്മളെ ചോദ്യം ചെയ്യില്ല. ഞാനൊന്ന് മനസ്സൊരുക്കി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എൻ്റെ കൂടെ ഇറങ്ങി വരും. എന്താ സംശയമുണ്ടോ വരർക്ക്? ജോസ് കെ മാണിയോട് വരുന്നോ എന്ന് UDF-കാർ ചോദിക്കാൻ തുടങ്ങിയെന്ന് കോട്ടയത്ത് ചിലർ അടക്കം പറഞ്ഞു തുടങ്ങി. മന്ത്രിസ്ഥാനവും രാജ്യസഭാ സീറ്റുമൊക്കെ ഉണ്ടെങ്കിലും പാലാ പോയത് ജോസ് കെ മാണിയെ തെല്ലൊന്നുമല്ല വിഷമിപ്പിക്കുന്നത്. പക്ഷേ UDF-ൽ പോയാൽ അവിടെയുമുണ്ട് പാലാ എന്ന മുൾക്കിരീടം മാണി സി കാപ്പൻ്റെ രൂപത്തിൽ. UDF-നുള്ള സാധ്യത സംശയാതീതമായി തെളിയുന്നതുവരെ മാണി വിഭാഗത്തിന് മനഃചാഞ്ചല്യത്തിന് കാരണമുണ്ടാകേണ്ട കാര്യമില്ല.
സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരണില്ല എന്ന് പറയാ? കേരള കോൺഗ്രസ് മുന്നണി മാറുന്നു എന്ന് പറയുന്ന വാർത്ത അത് വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ്. ആ വാർത്ത തെറ്റാണ്. കാരണം ഒരു തരത്തിലുള്ള ചർച്ചയും കേരള കോൺഗ്രസ് മണി വിഭാഗവുമായിട്ട് നടത്തിയിട്ടില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എടു തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. സാറിന്റെ പണി നോക്കിയോ, ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്തുതരാം. ജനങ്ങളുടെ കോടതിയിൽ തോറ്റയാൾ മുന്നിലേക്ക് വരാൻ പല ശ്രമവും നടത്തുന്നുണ്ട്, അതെനിക്കറിയാം. കുഴപ്പമില്ല, അദ്ദേഹം വന്നോട്ടെ, സ്വീകരിച്ചോട്ടെ. പാല വിട്ടു കൊടുക്കുന്ന പ്രശ്നം ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? അത് LDFനോടൊപ്പമാണ്. അങ്ങനെ ഒരു ചർച്ചയുമില്ല. ഇനി ആരെങ്കിലും അത് പരസ്യമായോ രഹസ്യമായോ ചർച്ച ചെയ്ത് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ അടുപ്പ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഞാൻ കാണുന്നില്ല, നമ്മൾ ഉണ്ടാക്കണം. ജോസ് കെ മാണിയുടെ വരവ് തള്ളുന്ന പ്രതിപക്ഷ നേതാവ് മറ്റു പലരും വരുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കാലമേറെയായി. വന്നത് BJPയിൽ നിന്ന് സന്ദീപ് വാര്യർ മാത്രമാണ്. മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ഉടൻ പ്രതീക്ഷിക്കാമോ? അല്ല, അതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, കാണാൻ പോണ പൂരം നമ്മൾ നേരത്തെ പറഞ്ഞറിയിക്കാൻ പാടില്ല. അതൊക്കെ ഒരു സസ്പെൻസായി നിൽക്കട്ടെ, എന്നാലല്ലേ കാണുമ്പോൾ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആലോചിക്കാം. ഇപ്പം അതില്ല. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. ആ മുന്നണികൾക്കൊക്കെ കേരള കോൺഗ്രസ് സ്വീകരിച്ചാൽ കൊള്ളാവുന്നുണ്ടാകാം, എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടായിരിക്കും പലരും ഓക്കെ വന്നൊരു സ്വാഗതം എന്ന് പറയുന്നത്. അത് കേരള കോൺഗ്രസിന്റെ അടിത്തറ വലുതായതുകൊണ്ട് മാത്രമല്ലേ. നന്നായി അത് പോയത്, സമാധാനമുണ്ട്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. വിദ്വേഷത്തിന്റെ ഫാക്ടറി പൂട്ടി സ്നേഹത്തിന്റെ കട തുറന്ന സന്ദീപ് വാര്യർ തികഞ്ഞ മതേതരവാദിയും ഗാന്ധിയനുമൊക്കെയായി മാറിയിരിക്കുന്നു. വളരെ മുമ്പേ ഏറ്റ പരിപാടികളിലെ പ്രസംഗങ്ങൾ പാർട്ടി മാറ്റത്തിനൊത്ത് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദീപ്. രഘുപതി രാഘവ രാജാരാം. ആ വിഷലിപ്തമായിട്ടുള്ള ഫാക്ടറിയിൽ നിന്ന് പുറത്തോട്ട് വമിക്കുന്ന ആശയങ്ങൾ അത് തെറ്റായിരുന്നു എന്ന് നിരന്തരം വിളിച്ചു പറയുക എന്നുള്ളതാണ് ഇനി മുതൽ ഞാൻ പിന്തുടരാൻ പോകുന്ന രാഷ്ട്രീയം. ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തുപോയി. പക്ഷെ പലപ്പോഴും എന്റെ ഉള്ളിലെ മനുഷ്യൻ ജനാധിപത്യവാദി പലപ്പോഴും ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്, ഉദാഹരണത്തിന് ലക്ഷദ്വീപ് വിഷയം വന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളെ അപരവൽക്കരിക്കരുത്, അന്യവൽക്കരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കരുത് എന്ന് പരസ്യമായി പ്രസ്താവന ഇറക്കിയ ആളാണ്. അല്ല, ഞാനും ഈ പ്രസ്ഥാനക്കാരനാ. കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്. തിരുവനന്തപുരത്ത് സൂര്യ ഫെസ്റ്റിവലിന് വിളിക്കുമ്പോൾ സന്ദീപ് BJPക്കാരനായിരുന്നു. പരിപാടിക്ക് എത്തിയത് കോൺഗ്രസുകാരനായി. പ്രസംഗം തിരുത്താം, പക്ഷെ ജനങ്ങളുടെ ചോദ്യങ്ങൾ നേരിടാതിരിക്കാനാവില്ലല്ലോ. ഏതെങ്കിലും ഒരു പാർട്ടി ഇല്ലാതായി തീരണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. കോൺഗ്രസ് മുക്ത ഭാരത് ഏതെങ്കിലും പാർട്ടി ഇല്ലാതാവുന്നത് ജനാധിപത്യത്തിന്റെ ശോഭ കെടുത്തും, അത് തെറ്റാണ് എന്ന് സാറിന് ബോധ്യമില്ലായിരുന്നോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആ പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിനുള്ളിൽ തോന്നുകയും സഹപ്രവർത്തകരോട് അത് പങ്കുവെക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഈ ജനങ്ങളെ ബ്ലഫ് ചെയ്യുന്നൊരു പരിധിയില്ലേ? ഒരു കാര്യം കള്ളമാണെന്ന് തോന്നാം, മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അത് സത്യമാണെന്നത് ആപേക്ഷികമാണ്. പറഞ്ഞ മനസ്സിലായ ഒരു മനുഷ്യൻ ഇങ്ങനെ മാറുമോ? എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത്? ഇനി അടുത്ത് സൂര്യ ഫെസ്റ്റിവലില് ഏത് പാർട്ടിയുടെ ആളായിട്ട് വരുമെന്നും കൂടെ ഒന്ന്. അതൊരു പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. അങ്ങനെയാണല്ലോ, ഒരാളെ വല്ലാതെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് യോജിക്കാൻ പറ്റാത്തൊരു നിലപാട് വരുന്ന സമയത്ത് അവർക്ക് ദേഷ്യം തോന്നും. ഇനി മേലിൽ ഈ വസ്ത്രമായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോംബിട്ടു. അഴിക്കടാ, മുണ്ടഴിക്കടാ. പണ്ട് CPM വിടുന്നവർ CPIയിലേക്കോ സമാന്തര ഇടതുപക്ഷമായി നിൽക്കുകയോ മറ്റോ ആണ് ചെയ്യുന്നത്. ചിലർ കോൺഗ്രസിലും എത്തും. ഇപ്പോഴിതാ നടപടി നേരിടുന്നവരും സമ്മേളനത്തിൽ പദവി പോയവരും നേരെ പോകുന്നത് BJPയിലേക്കാണ്. ആലപ്പുഴയിലും തിരുവനന്തപുരത്ത് മംഗലപുരത്തും അതാണ് കണ്ടത്. BJPയുമായി ചർച്ച മുമ്പേ തുടങ്ങിയതാണെന്ന് പാർട്ടി നേതൃത്വം ആരോപിക്കുകയും ചെയ്യുന്നു. ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഞാൻ ദീർഘകാലം, ഏതാണ്ട് 10-42 വർഷക്കാലം പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന ആളാണ്. ആ പ്രവർത്തനം തുടർന്ന് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത്. പൊതുപ്രവർത്തന രംഗത്തുണ്ടാവും. വ്യക്തിപരമായി ജില്ലാ സെക്രട്ടറി എന്നോട് കാണിച്ച അവഗണന താങ്ങാവുന്നതിലും അപ്പുറമാണ്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല.
ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട. മധു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുന്നതിന് CPM അത് ബാധകമല്ല. എന്നെ അപമാനിച്ച് ഇറക്കി വിടുന്ന സമീപനമാണ് ജോയി നടത്തിയിട്ടുള്ളത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. കാരണം മധു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് BJPയുമായിട്ട് അടുത്ത് ഇടപഴകി വരികയായിരുന്നു. അത് പാർട്ടിക്ക് നല്ല ബോധ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. കാര്യങ്ങൾ സ്ഥിതിക്ക് ആ ഒരു സത്യം തുറന്നു പറയാൻ പോവാ. BJPക്ക് വേണ്ടി എങ്ങനെയാണോ CPMൽ പ്രവർത്തിച്ചത് അതിനേക്കാൾ ഉപരി മോദിജിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പാർട്ടി വിട്ട മുൻ CPM ഏരിയ സെക്രട്ടറിയെ സ്വീകരിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ നേരിട്ടെത്തി. മോദിജിയെ വെറുത്ത് പണ്ടേ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണെന്ന് നേതാവ് പറയുന്നു. വെറുക്കാനും ഇഷ്ടപ്പെടാനും ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാകും. ഇവിടെ ഉടുപ്പൂരും പോലെയുള്ള പാർട്ടി മാറ്റവും പ്രായോഗിക രാഷ്ട്രീയവും തന്നെ കാരണം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മോദിജിയുടെ പ്രവർത്തനങ്ങൾ ഞാനൊരു മറ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലുതാണ്. ഞങ്ങൾ ഒന്നാണ്.